നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടൽമണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരദേശ ഹർത്താൽ. മുഴുവൻ മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്തു. ബോട്ടുകളും ചെറുവള്ളങ്ങളും കടലിൽ ഇറങ്ങിയില്ല. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ചരിത്ര പ്രസിദ്ധമായ ഏഴരപ്പൊന്നാന ദർശനം മാർച്ച് 6-ന്, 8-ന് ആറാട്ടോടെ സമാപനം. വയലാർ പഞ്ചായത്തിൽ വീടില്ലാത്ത എല്ലാവർക്കും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ ബജറ്റ് അവതരിപ്പിച്ചു. വിശദമായ വാർത്തകൾ. കടൽമണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി വിവിധയിടങ്ങളിൽ നടത്തിയ തീരദേശ ഹർത്താൽ പൂർണ്ണം. ഇന്ന് കേരളത്തിൽ സംഘടിപ്പിക്കുന്ന തീരദേശ ഹർത്താൽ ഒരു മഹാസമരത്തിന്റെ തുടക്കമായിട്ട് മാത്രം നമ്മൾ കണ്ടാലും മതി. നിശ്ചയമായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംയുക്ത പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ കടന്നെത്തിയത് എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞു. മറ്റ് ധാരാളം നേതാക്കന്മാർ പറയാനുണ്ടെന്നുള്ളതുകൊണ്ട് ഒരുപാട് ദീർഘിപ്പിച്ച് ഞാൻ പറഞ്ഞു പോകുന്നില്ല. കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും മത്സ്യസമ്പത്തും ഇതെല്ലാം കേവലമായി അവരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ നാടിന്റെ സമഗ്രതയുള്ള ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു കയറുന്ന ഒന്നാണ് കടൽ, അല്ലെങ്കിൽ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രയവിക്രയം, അതുമായി ബന്ധപ്പെട്ട ജീവിതമായി എടുത്താൽ ഒരുപക്ഷെ നേരിട്ട് മത്സ്യബന്ധനവുമായി ബന്ധമില്ലാത്ത മനുഷ്യന്റെയും ജീവിതത്തെ സ്വാധീനിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യ സർക്കാരിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട മേഖലയാണ്. രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയിൽ ഒരു ഗണ്യമായ ഭാഗമാണ് മത്സ്യ കയറ്റുമതിയുടെ ഭാഗമായിട്ട് ഇന്ത്യ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്ന പണം. ആ പണത്തിന്റെ കാര്യമായൊരു അളവ് നൽകുന്നത്, സംഭാവന ചെയ്യുന്നത് നമ്മുടെ കേരളത്തിന്റെ തീരമാണ്. കടൽ സമ്പത്തും ധാതു മണലും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാൻ അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനവുമായി നടത്തിയ ഹർത്താലിൽ മുഴുവൻ മത്സ്യത്തൊഴിലാളികളും പണിമുടക്കി. 50-ലധികം പീലിംഗ് ഷെഡുകളും അടഞ്ഞുകിടന്നു. അനുബന്ധ മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കി. ഹർത്താലിന്റെ ഭാഗമായി ബോട്ടുകളും ചെറുവള്ളങ്ങൾ ഉൾപ്പെടെയുള്ളവയും പണിക്കിറക്കിയില്ല. മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലയിലെ തൊഴിലാളികളുമടക്കം 100 കണക്കിന് പേർ പങ്കെടുത്ത് പ്രതിഷേധ റാലികൾ നടത്തി. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റ് ചടങ്ങ് നടന്നത്. രാവിലെ തിമിലവാദന കുലപതി വീരശൃംഖല ജേതാവ് ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാരും സംഘവും അവതരിപ്പിച്ച മേജർ സെറ്റ് പഞ്ചവാദ്യം അരങ്ങേറി. 10:45-നും 11:05-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് തൃക്കൊടിയേറ്റ് നടന്നത്. ബ്രഹ്മശ്രീ കണ്ഠര് രാജീവര്, കണ്ഠര് ബ്രഹ്മദത്തൻ, ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഇരിങ്ങോത്തല രാമൻ സത്യനാരായണൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടന്നത്. കൊടിയേറ്റിനു ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളുടെ ഉദ്ഘാടനവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നിർവഹിച്ചു. തിരുവരങ്ങിൽ എറണാകുളം ത്യാഗബ്രഹ്മ മ്യൂസിക് അയ്യപ്പ ഗാനശ്രീ സംഗീത കൗസ്തുഭം TS രാധാകൃഷ്ണജിയുടെ ഭക്തിഗാന തരംഗിണി, ശിവസഹസ്രനാമ പാരായണം, പുള്ളുവൻ പാട്ട്, സംഗീത സദസ്സ്, ക്ലാസിക്കൽ ഡാൻസ്, ഭക്തിഗാനസുധ, മെഗാ തിരുവാതിര, വൈക്കം വിജയലക്ഷ്മിയുടെ സംഗീത വിരുന്ന് എന്നിവ നടന്നു. ചരിത്രപ്രസിദ്ധമായ ഏഴരപ്പൊന്നാന ദർശനം മാർച്ച് 6-നും തിരുവാറാട്ട് 8-നും നടക്കും. വയലാർ ഗ്രാമപഞ്ചായത്തിൽ വീടില്ലാത്ത എല്ലാവർക്കും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം. വൈസ് പ്രസിഡന്റ് MG നായർ ബജറ്റ് അവതരിപ്പിച്ചു. ഇത് പലപ്പോഴും ലഭ്യമാക്കുന്നതിന് സാധാരണക്കാരായ രോഗികൾ പ്രയാസപ്പെടുകയാണ്. ആകയാൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങുന്നതിന് ബഡ്ജറ്റിൽ തുക നീക്കിവെക്കുന്നു. കുട്ടികളുടെ പാർക്ക്, കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും വേണ്ടി കുട്ടികളുടെ പാർക്ക് അനിവാര്യമാണ്. ഇതിനായി ബഡ്ജറ്റിൽ തുക നീക്കിവെക്കുന്നു. പകൽ വീടിന് വാഹനം,
പകൽ വീടിന്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നതിലൂടെ കൂടുതൽ വയോജനങ്ങൾക്ക് പകൽ വീട്ടിൽ കഴിയാൻ പറ്റും. മറ്റു വാർഡുകളിൽ നിന്നും വയോജനങ്ങളെ പകൽ വീട്ടിൽ എത്തിക്കുന്നതിന് വാഹനം അത്യന്താപേക്ഷിതമാണ്. ഇതിനായി ബഡ്ജറ്റിൽ തുക നീക്കിവെക്കുന്നു. അക്വാട്ടിക് വീഡ് ഹാർവസ്റ്റർ, കായലിലെ ചെളിയും പോളയും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിന് അക്വാട്ടിക് വീഡ് ഹാർവസ്റ്റർ വാങ്ങുന്നതിന് ബഡ്ജറ്റിൽ തുക നീക്കിവെക്കുന്നു. 31,47,16,700 ആകെ വരവും 31,27,38,000 ചെലവും 20,28,700 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് MG നായർ അവതരിപ്പിച്ചത്. ആശാപ്രവർത്തകർക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രത്യേക ഇരിപ്പിടവും കയർ വ്യവസായ സംരക്ഷണവും അടക്കമുള്ള പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എക്സ്റേയും ആംബുലൻസും, ആധുനിക ക്രിക്കറ്റ് മൈതാനവും സിന്തറ്റിക് സ്റ്റേഡിയവും, പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിന് പ്രഥമ പ്രസിഡന്റ് പാറയെഴുത്ത് പരമേശ്വരക്കുറുപ്പ് നാമകരണം, റെഡ് പപ്പായ സാർവത്രികമാക്കുന്ന പദ്ധതി, പൊതുശ്മശാനം, കായൽ തോട് ആഴം കൂട്ടൽ, ഒരു വാർഡിൽ ഒരു ഉയരവിളക്ക്, കേളമംഗലത്ത് ഫിഷിംഗ് ഹാർബറും ബോട്ട് ടെർമിനലും, ഗ്രാമകുളങ്ങളുടെ നവീകരണം തുടങ്ങിയ പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് ഓമന ബാനർജി അധ്യക്ഷത വഹിച്ചു. UG ഉണ്ണി, ഇന്ദിര ജനാർദ്ദനൻ, ബീന തങ്കരാജ്, AK ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ശീവേലി കണ്ടുതൊഴുവാൻ ക്ഷേത്രത്തിലെത്തിയത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ. രാവിലെ നിർമ്മാല്യ ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിൽ പതിവ് പൂജകൾ നടന്നു. തുടർന്ന് സ്പെഷ്യൽ നാദസ്വരത്തിന്റെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളത്തും നടന്നു. വൈകിട്ട് സമുദ്രത്തിൽ ആറാട്ടോടെ മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ തിരുവുത്സവത്തിന് സമാപനമായി. കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ നേരിൽ കണ്ടു പഠിക്കുവാൻ തൃശൂർ മറ്റത്തൂരിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങളെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ പച്ചക്കറികൾ നൽകി സംഘത്തെ സ്വീകരിച്ചു. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പ്രത്യേകത വിശാലമായ കൃഷിപ്പാടങ്ങളൊന്നും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയില്ല. വിശാലമായ കൃഷിപ്പാടങ്ങൾക്കപ്പുറം പഞ്ചായത്തിലെ 9,000 കുടുംബങ്ങളിൽ ഈ ചൊരിമണലിൽ പഞ്ചസാര മണലാണ്, ഇവിടെ വളക്കൂറില്ലാത്ത മണലാണ്. ഈ മണലിനകത്ത് മല്ലിട്ടുകൊണ്ടാണ് പച്ചക്കറി കൃഷി എന്ന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. PP സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് 1996 ആരംഭിച്ച ജനകീയ ആസൂത്രണത്തിന് മുന്നേ ആരംഭിച്ച ജനകീയ ജൈവ പച്ചക്കറി കൃഷി എന്ന പദ്ധതിയാണ് ഇപ്പോഴും ഞങ്ങൾ ഒരണുവിട പോലും പുറകോട്ട് പോകാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും പഞ്ചായത്തിൻ്റെ പദ്ധതിയിലൂടെ 5 ലക്ഷത്തോളം പച്ചക്കറി തൈകൾ കുടുംബശ്രീ വഴി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ രീതി ഇവിടെ നിങ്ങളെ ഞങ്ങൾ കാണിച്ചിരുന്നു. വിത്ത് ഞങ്ങൾ പഞ്ചായത്ത് വാങ്ങിക്കൊടുക്കും. കുടുംബശ്രീ പ്രവർത്തകർ മഴമറയ്ക്കകത്താണ് 18 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. 18 വാർഡിലും മഴമറകൾ നിർമ്മിച്ചുകൊണ്ട് ആ മഴമറയ്ക്കകത്ത് കുടുംബശ്രീ പ്രവർത്തകർക്ക് പരിശീലനം കൊടുത്തിട്ട് അവർ മുഖാന്തരമാണ് പച്ചക്കറി തൈകൾ ഞങ്ങളോട് ഉൽപ്പാദിപ്പിക്കുന്നത്. 2025 സ്വരാജ് ട്രോഫി നേടിയ സംസ്ഥാനത്തെ 3ാമത്തെ മികച്ച പഞ്ചായത്തായ തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അംഗങ്ങൾ കഞ്ഞിക്കുഴിയെ കാണുവാനും പഠിക്കുവാനുമായി എത്തി. പഞ്ചായത്തിലെത്തിയ പഠനസംഘത്തെ പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ പച്ചക്കറി തൈകൾ നൽകി വരവേറ്റു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, സ്ഥിരം സമിതി അധ്യക്ഷരായ സനല ഉണ്ണികൃഷ്ണൻ, നിജിൽ VS, ഷൈബി സജി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുനിത സാലൻ, അസിസ്റ്റന്റ് സെക്രട്ടറി A പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും CDS പ്രവർത്തകരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. പഞ്ചായത്തിലെ കാർഷിക പ്രവർത്തനങ്ങളും കുടുംബശ്രീ സംരംഭങ്ങളും പഞ്ചായത്ത് നടപ്പാക്കുന്ന പുതുമയാർന്ന പദ്ധതികളും കണ്ടു മനസ്സിലാക്കി. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ, CDS ചെയർപേഴ്സൺ സുനിത സുനിൽ, വൈസ് ചെയർപേഴ്സൺ റജി പുഷ്പാങ്കതൻ, സെക്രട്ടറി TF സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈക്കം ശ്രീനാരായണേശ്വരപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ആറാട്ട് ഭക്തി നിർഭരമായി.
നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ആറാട്ട് ചടങ്ങിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിൽ നടന്ന ആറാട്ട് ബലിക്ക് ശേഷം കൊടിയിറക്കി തുടർന്ന് ആറാട്ട് കടവിലേക്ക് പുറപ്പെട്ടു. ഗജബീരന്റെ അകമ്പടിയോടെ നടന്ന ആറാട്ട് എഴുന്നള്ളിപ്പിന് നിറപറയും നിലവിളക്കും തെളിച്ച് സ്വീകരിച്ചു. തുടർന്ന് കിഴക്കേ ആറാട്ട് കടവിലാണ് ആറാട്ട് ചടങ്ങുകൾ നടത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിൽ നടന്ന വലിയ കാണിക്ക ചടങ്ങുകളോട് ശിവരാത്രി ഉത്സവത്തിന് സമാപനമായി. പ്രസിഡന്റ് വി വേണുഗോപാൽ, ടി.ആർ. രമേശൻ, സതീഷ് പ്രകാശ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സംഗമത്തിൽ പ്രതിഷേധമിരമ്പി. CITU നിയന്ത്രണത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശ ഭീഷണിക്ക് വഴങ്ങാതെ നൂറുകണക്കിന് ആശാവർക്കർമാർ സമരത്തിൽ പങ്കെടുത്തു. ആശാസമരം അനാവശ്യം. 18-20 വർഷക്കാലം സർക്കാരിന്റെ തൊഴിലാളികൾ നാളെ 17 വർഷമായി ആശാപ്രവർത്തകർക്ക് എല്ലാം നേടിത്തന്നത് CITU യൂണിയനാണെന്നും അതിനാൽ കളക്ടറേറ്റ് മുന്നിലെ ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർ രാജിവെച്ച് പോകണമെന്നുമായിരുന്നു ശബ്ദ സന്ദേശം. ഇത് അവഗണിച്ച് നിരവധി ആശാവർക്കർമാരാണ് ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. മുൻ MP ഡോക്ടർ KS മനോജ് സമരം ഉദ്ഘാടനം ചെയ്തു. അവർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുക. ആദ്യം തന്നെ ഈ സമരത്തോടുള്ള ഐക്യദാർഢ്യം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഈ ന്യായമായ സമരത്തിന് പരിഹാരം കാണുവാൻ കേരള ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്ന് ആവശ്യപ്പെടുകയാണ്. ധാരാളം ആശാപ്രവർത്തകർ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് 2005 ഒന്നാം UPA ഗവൺമെന്റ് കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് അധ്യക്ഷനായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന ഒന്നാം UPA ഗവൺമെന്റ് ആരംഭിച്ചതാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. അതിന്റെ ഭാഗമായിട്ടാണ് 2005 ഈ ആശാ പ്രവർത്തകർ അല്ലെങ്കിൽ ആ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KJ ഷീല അധ്യക്ഷത വഹിച്ചു. TUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം S. സീതിലാൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി G. രേണുക, RSP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ മുതലക്കണ്ണീർ കേരളത്തിൽ ചിലവാകില്ലെന്ന് CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA. ആശാവർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പാസ്പോർട്ട് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചിത്തരഞ്ജൻ MLA. ആശമാരെ കേന്ദ്രം നിയമിച്ചത് സന്നദ്ധ പ്രവർത്തകരായിട്ടായി പണിയെടുപ്പിച്ചു. പഞ്ചായത്തുകൾ മുഖാന്തരം സെലക്ട് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്ത് ആശമാരുടെ പ്രവർത്തനം ആരംഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു. അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചറാണ്. അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചറാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്തത്. എന്നാൽ നമ്മുടെ കേരളമടക്കമുള്ള ഈ സംസ്ഥാനങ്ങൾ, ഏതാണ്ട് 8 സംസ്ഥാനങ്ങളിലാണ് ആദ്യം ഈ പദ്ധതി വരുന്നത്. പക്ഷെ നാമമാത്രമായിട്ടുള്ള ഒരു അലവൻസ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇതിനെല്ലാം തരുന്നത് ഓണറുകൾ ഇൻസെന്റീവ് ഒക്കെ പിന്നീടാണ് വരുന്നത്.
ഇൻസെന്റീവ് ഒക്കെ വരുന്നതിനൊരു ചരിത്രമുണ്ട്. ഇപ്പൊ സമരം ചെയ്യണ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറച്ച് പേര് ഇരിപ്പുണ്ടല്ലോ, ആ സമരം ചെയ്യുന്നവർക്കൊന്നും ഇതിന്റെ ചരിത്രമൊന്നുമില്ല. അവർ വെയിലും കൊണ്ടിട്ടില്ല. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇച്ചിരി വെയിൽ കൊള്ളാൻ അവസരം കിട്ടിയത്. ഇത്രയും കാലം അവർക്കൊരു വെയിൽ കൊള്ളാതെ ഒരു മുദ്രാവാക്യം വിളിക്കാൻ അവസരം കിട്ടില്ല. വെയിൽ കൊണ്ടതും മുദ്രാവാക്യം പിടിച്ചതും ഡൽഹിയിൽ സമരത്തിന് പോയതും നിങ്ങളാണ്. CIT ആണ് സമരത്തിന് പോയത്. ഡൽഹിയിൽ പോയി 8 സംസ്ഥാനങ്ങളിലെ നമ്മുടെ സഹോദരിമാർ, ആയിരക്കണക്കിന് വരുന്ന സഹോദരിമാർ, സഖാവ് AR സിന്ധുവിന്റെ നേതൃത്വത്തിൽ, ഡോക്ടർ ഹേമലതയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ പാർലമെന്റ് മാർച്ച്. പക്ഷെ ചരമക്കോളത്തിൽ പോലും നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ല. സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന സഹോദരിമാരെ രാഷ്ട്രീയ സങ്കുചിത താൽപര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് PP ചിത്തരഞ്ജൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ ആശാപ്രവർത്തകരിൽ 10% മാത്രമാണ് സമരത്തിൽ അണിനിരക്കുന്നതെന്നും ചിത്തരഞ്ജൻ പറഞ്ഞു. DMO ഓഫീസിൽ നിന്ന് പാസ്പോർട്ട് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ 100 കണക്കിന് ആശാപ്രവർത്തകർ അണിനിരുന്നു. ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മുംതാസ് സലാം അധ്യക്ഷത വഹിച്ചു. CIT ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ, PP പവനൻ, KJ പ്രവീൺ, പ്രസന്ന സതീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള പട്ടാര്യ സമാജം 40-ാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ വൈക്കം ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് കൂവളത്തിലെ താലപ്പൊലി നടന്നു. തറയിൽ മനക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ താലപ്പൊലിയിൽ 100 കണക്കിന് കുട്ടികളും വനിതകളും അണിനിരന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടവഴി ക്ഷേത്രത്തിൽ പ്രവേശിച്ച താലപ്പൊലി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് ദീപാരാധനയ്ക്ക് ക്ഷേത്രനടയിൽ കൂവളത്തിലകൾ സമർപ്പിച്ചു. പ്രസിഡന്റ് MV ശിവകുമാർ, സെക്രട്ടറി പ്രകാശൻ പിള്ള, ട്രഷറർ മോഹനൻ പുതുശ്ശേരി, ഭാരവാഹികളായ ശിവപ്രസാദ്, രാജീവ്, രാമചന്ദ്രൻ പിള്ള, VD ചന്ദ്രശേഖരൻ, സീമ സന്തോഷ്, ഹരികുമാർ, ജയകുമാർ, രഞ്ജിത്ത് വടയാർ എന്നിവർ നേതൃത്വം നൽകി. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ലയിച്ചുവെന്ന വാർത്ത തെറ്റാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാം അറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസ്, സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിൻ്റെ ചെയർമാൻ തൃണമൂൽ കോൺഗ്രസിൽ പാർട്ടിയോടൊപ്പം ലയിച്ചു എന്നുള്ള തെറ്റായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കണ്ടത്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മീറ്റിംഗ് ഇവിടെ ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ടുള്ളത്. അവിടെ നടന്ന സംഭവം ഒരു ലയനമല്ല. സജി മഞ്ഞക്കടമ്പിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5 പേരും 6 പേരാണ് പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളത്. ഈ 6 പേരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിൽ നിന്നും ഈ 6 പേരെ നമ്മൾ പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവിടെ നടന്നിരിക്കുന്നത് ഒരു പാർട്ടി ലയനമല്ല, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ലയനവുമല്ല. അവിടെ നടന്നിരിക്കുന്ന ഒരു ബിസിനസ് ഡീലാണ്. PV അൻവറിൻ്റെ സ്യൂട്ട് കേസ് രാഷ്ട്രീയമാണ് അവിടെ നടന്നിരിക്കുന്നത്. സാമ്പത്തികമായി പരാധീനത ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ പോലും വഞ്ചിച്ചുകൊണ്ട് ശ്രീ സജി മഞ്ഞക്കടമ്പിൽ ചെയ്തിരിക്കുന്നത് ഒരു ബിസിനസ് ഡീലാണ്. ഈ ബിസിനസ് ഡീലിൽ PV അൻവർ എന്നത് വെറും ഒരു കരുവ് മാത്രമാണെന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതിനെ തുടർന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ നടന്ന ആ ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ പിന്നിലുള്ളത് ശരിക്കും PV അൻവർ ആയിരുന്നില്ല. ഇന്നലെ നടന്ന രാഷ്ട്രീയ നീക്കത്തിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖനായ നേതാവാണ്. UDF സർക്കാർ 2026 അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ആവാൻ കുപ്പായം തുന്നിയിരിക്കുന്ന ഒരു നേതാവാണ് ഇതിന് പിന്നിലുള്ള ഡീൽ കഴിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചെയർമാൻ സജി മഞ്ഞക്കടമ്പനും 5 പേരും മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ദേശീയതയിലൂന്നിയ ചിന്താഗതികളും പ്രവർത്തന രീതികളും പിന്തുടരുന്നവരായിരുന്നു കേരള കോൺഗ്രസ് പാർട്ടിയിലെ മറ്റെല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും. കേരളത്തിൽ PV അൻവർ നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കുക എന്നത് NDയുടെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ മുല്ലയ്ക്കൽ ഉജ്ജയിനി ശ്രീ മഹാകാളി അമ്മൻ കോവിൽ പ്രതിഷ്ഠാവാർഷിക മഹോത്സവം മാർച്ച് 1 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിഷ്ഠാവാർഷികം മാർച്ച് 1 ശനിയാഴ്ച വളരെ വിപുലമായ തോതിൽ തന്നെ നടക്കണം. പുറമേ നിന്ന് പിരിവുകളൊന്നും തന്നെ ഇല്ല. സമീപവാസികളായ ആൾക്കാർ സംഭാവനയായിട്ട്
തരുന്ന തുക കൊണ്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ വളരെ വിപുലമായ തോതിൽ തന്നെ നടക്കും. ഈ ക്ഷേത്രത്തിൽ ജാതി മതത്തിന് അതീതമായി ഉള്ള കർമ്മങ്ങളാണ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ അന്യമതസ്ഥർക്ക് വന്ന് തൊഴുവാനും വഴിപാടുകൾ ചെയ്യുവാനും ഒക്കെ ഉള്ള അവസരം നൽകിയിട്ടുണ്ട്. അഹിന്ദുക്കളായിട്ടുള്ളവർ കയറരുത് എന്നുള്ള ഒരു സംഭവം ഒന്നും തന്നെ ഇല്ല. അന്നേ ദിവസം പ്രസാദ കൂട്ട് ഏതാണ്ട് ഒരു 1500 പേരുടെ പ്രസാദ കൂട്ട് കരുതിയിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും 8ാം ചെറുപ്പ് മഹോത്സവം വളരെ വിപുലമായ തോതിൽ തന്നെ ആഘോഷിക്കുന്നു. പിന്നെ എല്ലാ മാസവും മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച വിശേഷാൽ പൂജകളുണ്ടായിരിക്കും. പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുതുമന വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ കളഭാഭിഷേകം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, പ്രസാദമൂട്ട്, മോഹിനിയാട്ടം, ദീപക്കാഴ്ച, പുഷ്പാഭിഷേകം എന്നിവയും നടക്കും. മാർച്ച് 13-നാണ് ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം. ക്ഷേത്രം പ്രസിഡന്റ് MB ഗുരുദയാൽ, ട്രഷറർ സുനിൽ ദത്ത്, മുരുക ഷാജി, രാധാകൃഷ്ണൻ, ലാലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. IDBI ചേർത്തല ബ്രാഞ്ച് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലേക്ക് RO പ്ലാന്റ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ എന്നിവ നൽകി. ആലപ്പുഴ ബ്രാഞ്ച് ഹെഡ് പ്രീത് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് PT സതീശൻ അധ്യക്ഷത വഹിച്ചു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും എന്ന് മാത്രമാണ്. ചില ബാങ്കുകൾ നമുക്ക് ഒരുപാട് പൈസകൾ തരും, ചില ബാങ്കുകൾ കുറച്ച് പൈസകൾ തരും. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എന്തായാലും ശരി, നമുക്ക് ആ ഒരു മനസ്സ്, അതായത് CSR ഫണ്ട് ഉപയോഗിച്ച് നമ്മുടേതായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ് ഇന്നിവിടെ തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് IDBI ബാങ്ക് നൽകിയിട്ടുള്ള RO പ്ലാന്റിൻ്റെയും അതുപോലെ തന്നെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെയും ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇന്നിപ്പം നമ്മുടേതായിട്ടുള്ള കൊച്ചുമക്കൾ ഇപ്പോൾ കുടിവെള്ളം ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതാണല്ലേ. നമ്മൾ പറയാറുണ്ട്, നമ്മളുടെ വീടുകളിൽ തന്നെയാണെങ്കിലും നല്ലതുപോലെ തിളപ്പിച്ചാക്കിയ വെള്ളം കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിലും തിളപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 മിനിറ്റെങ്കിലും നമ്മളുടെ അടുപ്പത്ത് വെച്ചിട്ട് മാത്രമേ അത് ഇറക്കാവുള്ളൂ എന്ന് പറയും. കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലേ. അതിനകത്ത് വീണ്ടും വീണ്ടും നമുക്ക് വരുന്നതായിട്ടുള്ള അണുക്കളെല്ലാം നശിച്ച് ഇതാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. വാർഡ് കൗൺസിലർ A. അജി, SMC ചെയർമാൻ മുരുകൻ, IDBI പ്രതിനിധി ഫിറോസ് ഖാൻ, ഷാജി മഞ്ചരി മുതലായവർ സംസാരിച്ചു. മിസ്റ്റർ ബിന്ദു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി M. സുരേഷ് നന്ദിയും പറഞ്ഞു. ചരമവാർത്ത. തൈക്കാട്ടുശ്ശേരി 1-ാം വാർഡിൽ കണ്ണാട്ട് വീട്ടിൽ കാർത്യായനി അമ്മ നിര്യാതയായി. 98 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കടൽമണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരദേശ ഹർത്താൽ. മുഴുവൻ മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്തു. ബോട്ടുകളും ചെറുവള്ളങ്ങളും കടലിൽ ഇറങ്ങിയില്ല. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ചരിത്രപ്രസിദ്ധമായ ഏഴരപ്പൊന്നാന ദർശനം മാർച്ച് 6-ന്, 8-ന് ആറാട്ടോടെ സമാപനം. വയലാർ പഞ്ചായത്തിൽ വീടില്ലാത്ത എല്ലാവർക്കും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ ബജറ്റ് അവതരിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.